ബി.ജെ.പി. നേതാവും നടനുമായ ജി കൃഷ്ണകുമാറിനെതിരെ തട്ടിക്കൊണ്ടുപോകലിന് കേസ്. മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ പരാതിയിലാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്തത്. കേസിൽ ദിയ കൃഷ്ണയും പ്രതിയാണ്. തനിക്കും മകൾക്കുമെതിരായ കേസ് കെട്ടിച്ചമച്ചതെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു. സാമ്പത്തിക ക്രമക്കേട് കണ്ടുപിടിച്ചതിന്റെ പ്രതികാരമാണിത് കേസിന് പിന്നിൽ എന്നാണ് പറയുന്നത്. മ്യൂസിയം സിഐ വൈരാഗ്യ ബുദ്ധിയോടെ പെരുമാറിയെന്നും കൃഷ്ണകുമാർ ആരോപിക്കുന്നു. കുറ്റം ചെയ്തത്, ഫോർ എക്സാമ്പിൾ QR കോഡ് മാറ്റി പൈസ എടുക്കുന്നതിൻ്റെ വീഡിയോ ഉണ്ട്, കുറ്റം സമ്മതിക്കുന്നതിൻ്റെ വീഡിയോ ഉണ്ട്, ഇവരിവിടെ ഇരിക്കുന്ന വീഡിയോ ഉണ്ട്, യാത്ര ചെയ്ത് ഇവിടെ വരുന്നത് ഇവിടെ നിന്ന് പോകുന്നതിൻ്റെ വീഡിയോ ഉണ്ട്. നമുക്ക് കൊടുക്കാവുന്ന മുഴുവൻ തെളിവുകൾ നമ്മൾ കൊടുത്തു. പോലീസ് ബാക്കിയൊന്ന് ശേഖരിച്ചു. അവരുടെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഒരു തെളിവും അവിടെ കൊടുത്തതായിട്ടും കാണുന്നില്ല. അവരെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയതോ കെട്ടിയിട്ടതോ അടിച്ചതോ ഇടിച്ചതോ അല്ലെങ്കിൽ ഒരു ചീത്ത വാക്ക് പറയുന്നത് എന്തെങ്കിലും ഒരു വീഡിയോ അവരെ ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ ചോദിക്കുന്നത്, നമുക്കിതിരെ കേസെടുക്കുന്നത് അതൊക്കെ പോലീസിൻ്റെ ഭാഗത്തെ ന്യായമായ കാര്യമാണ്. അവരെടുക്കാം, എന്തുകൊണ്ട് ചെയ്യാം. പക്ഷേ ഒരു കൗണ്ടർ കേസും കൂടിയാണ്. അതുകൂടെ നിങ്ങൾ ഓർക്കണം. സിനിമയിൽ രാഷ്ട്രീയത്തിന് മോശക്കാർ കാണും എന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാർ സിനിമക്കാർ മൊത്തം മോശക്കാരാവും. ഇല്ല, ഇതേപോലെ പോലീസ് സേന 99% നല്ലവരാണ്. പിന്നെ ചില പുഴുക്കുത്തുകളുണ്ടാവും. ഇതിലെ കൂടുതൽ വിവരങ്ങളുമായി മീര വാസുദേവനാണ് ചേരുന്നത്. മീര, എന്തായാലും കൃഷ്ണകുമാറിന്റെ ഭാഗത്തു നിന്നുള്ള ന്യായീകരണമാണ് ഇപ്പോൾ കേട്ടത്. എന്തായിരുന്നു ഈ ഒരു കേസ്? ഇതിൽ കൃഷ്ണകുമാറും ദിയ കൃഷ്ണയും ഇപ്പോൾ എന്താണ് പറയുന്നത്? സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളോട് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോട് അല്പം സമയം മുൻപേ ആയിരുന്നു ജി കൃഷ്ണകുമാറും മകൾ ദിയയും പ്രതികരിച്ചത്. തങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, ഇതൊക്കെയും കെട്ടിച്ചമച്ച കേസ് തന്നെയാണ് എന്നാണ് ഇവർ ഇപ്പോഴും പറയുന്നത്. നമുക്കറിയാം, ഈ ദിയയുടെ സ്ഥാപനത്തിലെ ജോലിക്കാരായിരുന്നു ഈ 3 ഇപ്പോൾ കേസ് കൊടുത്തിട്ടുള്ളവർ. ഇവർ മുൻപ് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ദിയ കൃഷ്ണയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള QR കോഡ് മാറ്റി അവരുടേതായി വെക്കുന്നു. തുടർന്ന് 69 ലക്ഷത്തോളം രൂപ ഇവർ തട്ടിയെടുത്തു എന്നുള്ളതാണ്. ആ കേസുമായി ബന്ധപ്പെട്ട് കൊണ്ട് തന്നെ കൂടുതൽ നടപടികളിലേക്ക് പോകാതിരിക്കാനും അവർക്ക് വേണ്ടി തന്നെ ഇവർ ഈ ഇപ്പോൾ കൃഷ്ണകുമാറിന്റെ അല്പ ദിവസങ്ങൾക്ക് മുൻപ് കൃഷ്ണകുമാറിന്റെ ഓഫീസിലെത്തുന്നു, ഒത്തുതീർപ്പ് സംസാരിക്കുന്നു. ഇതിന്റെ ഭാഗമായി തന്നെ 8,82,000 രൂപ ആ സാഹചര്യത്തിൽ ഇവർ ഈ ദിയ കൃഷ്ണയ്ക്കും കൃഷ്ണകുമാറിനും നൽകി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. തീർച്ചയായും ഈ ഒരു കേസ് കെട്ടിച്ചമച്ചതാണ് എന്നതാണ് ഇപ്പോൾ ജി കൃഷ്ണകുമാറും മകൾ ദിയയും പ്രതികരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ പറഞ്ഞു ഒത്തുതീർപ്പാക്കിയെന്ന സാഹചര്യത്തിലുള്ള എല്ലാ ഡിജിറ്റൽ തെളിവുകളും ഇവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവർ ഒത്തുതീർപ്പ് ചർച്ചയ്ക്കായി ഈ വീട്ടിലെത്തുന്നത്, ഒപ്പം അവിടെ നിന്ന് സംസാരിക്കുന്നത്, അതിനുശേഷം ഈ ചർച്ചയ്ക്ക് ശേഷം അവർ ഇറങ്ങിപ്പോകുന്നത് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകൾ നമുക്കുൾപ്പെടെ അവർ കുടുംബം, ഈ ജി കൃഷ്ണകുമാറിന്റെ കുടുംബം നമുക്കുൾപ്പെടെ ആ വിഷ്വലുകൾ നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ QR കോഡ് മാറി മറ്റ് ഒരു അക്കൗണ്ടിലേക്ക് ഈ സ്ഥാപനത്തിന്റെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പണം പോകുന്നതിന്റെ ഡോക്യുമെന്റ്സും കൂടി അവർ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഒത്തുതീർപ്പാക്കി കഴിഞ്ഞ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ ഇവർ ഇത്തരത്തിൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കുടുംബം ഈ 3 പേരെ തട്ടിക്കൊണ്ടുപോയി എന്നതുൾപ്പെടെയുള്ള ഒരു കേസ് മ്യൂസിയം സ്റ്റേഷനിൽ വരുന്നത്. ആ സാഹചര്യത്തിൽ ഉൾപ്പെടെ കൃഷ്ണകുമാർ ഈ പോലീസ് സ്റ്റേഷനിൽ എത്തിയ സാഹചര്യത്തിൽ CIയുടെ ഭാഗത്തു നിന്നും വളരെ മോശമായുള്ള പ്രതികരണമാണ് ഉണ്ടായത് എന്നുള്ള തരത്തിലുള്ള പ്രതികരണം കൂടി ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. വൈരാഗ്യ ബുദ്ധിയോടുകൂടി പെരുമാറി, താനൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ടായിരിക്കണം അത്തരത്തിലൊരു വൈരാഗ്യ ബുദ്ധിയോടുകൂടിയുള്ള ഒരു പെരുമാറ്റമാണ് CIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. നേരത്തെ നമ്മളോട് സംസാരിക്കുമ്പോൾ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ സേനയിൽ ഒരുപാട് നല്ല ആൾക്കാരുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഓരോ ആൾക്കാർ സ്വന്തം വ്യക്തിപരമായ കാര്യങ്ങളിൽ കാരണം തങ്ങളോട് മോശമായി പെരുമാറി എന്നതുൾപ്പെടെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. ദിയ പറയുകയാണെങ്കിൽ